അപ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മദഹ് ചൊല്ലിയിട്ട് റോഡിലൂടെയൊക്കെ നടക്കുക, അത് ഹബീബ് തങ്ങളോടുള്ള പ്രേമത്തിന്റെ ഭാഗമാണ്. അതേ സമയത്ത് റസൂലുള്ളാഹിനോടുള്ള പ്രേമത്തിന്റെ പേരിൽ ഒരു പരേഡ് അങ്ങ് നടത്തിയാൽ എങ്ങനെ ഉണ്ടാകും? റസൂലുള്ളാഹിന്റെ പ്രേമത്തിൽ ഒരു പരേഡ് നടത്തിയാലോ? നമ്മളിപ്പോ നബിദിന റാലിയാണ് നടത്തുന്നത്, മീലാദ് റാലിയാണ് നടത്തുന്നത്, സ്വലാത്ത് ജാഥയാണ് നടത്തുന്നത്, റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലി ഇങ്ങനെ നടക്കലാണ്. എന്നാൽ അല്പം ഒരു പട്ടാള ചിട്ടയിൽ ഒരു പരേഡങ്ങാക്കിയാലോ അത് റസൂലുള്ളാഹിന്റെ മക്കാനത്തിന് പറ്റിയതല്ല. കാരണം മാലിക് ഇമാം തങ്ങൾ തന്നെയാണ് പറയുന്നത്. കണ്ടില്ലേ, പെരുന്നാൾ ദിവസമായപ്പോൾ അബ്ദുൽ മലിക് ബിൻ സാലിഹ് അമീറുൽ മദീന, മദീനയുടെ ഗവർണറാകുന്ന അബ്ദുൽ മലിക് ബിൻ സാലിഹ് എന്ന് പറയുന്നയാൾ പരേഡ് സംഘടിപ്പിച്ചു മദീനയിൽ. മദീനത്തെ പെരുന്നാളിന്റെ നല്ല കൊട്ടും കൊരവയും പരേഡും ബാൻഡ് മേളവും ഒക്കെ പ്രത്യേക യൂണിഫോമിലൊന്ന് നടത്തിയാലോ എന്നാലോചിച്ചുകൊണ്ട് വന്നപ്പോൾ മാലിക് ഇമാം എന്ന ഈമാനുള്ള പണ്ഡിതൻ മദീനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കാലമാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മാ ഹക്കദാ കാന നബിയ്യു വൽ ഖുലഫാഉ യഫ്അലൂൻ. ആരോടോ മദീനയിൽ പെരുന്നാളാണെന്ന് വിചാരിച്ച് മദീനയുടെ അച്ചടക്കത്തിന് പറ്റാത്ത പരിപാടി നടത്താൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ ചില ആളുകൾ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നബിദിന റാലി നടത്തിയാൽ ബിദ്അത്തായി പോകും, അതേ സമയത്ത് പട്ടാള ചിട്ടയിൽ മറ്റെന്തെങ്കിലും നടത്തിയാൽ സുന്നത്തായി പോകും. നമുക്ക് മനസ്സിലാകുന്നില്ല അവരുടെ തൗഹീദ് എവിടെയാണ്. അപ്പൊ ഏതായാലും ഇതുപോലെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലൂടെ ചടുലമായി നടക്കാൻ പോലും അനുവദിക്കാത്ത അത്രയും വലിയ ബഹുമാനം ഇന്നും